യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോടിന് ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ സംഭാഷണം. പലതരം മാനദണ്ഡങ്ങളോടെ ലഭിച്ച സാങ്കേതികമായ ഒരു വിശേഷണമാണെങ്കിൽ പോലും സാഹിത്യവുമായി ചേർന്ന് ഒരു നഗരത്തിൻ്റെ പേര് രേഖപ്പെടുക എന്നുള്ളതിന് വലിയ തോതിലുള്ള സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കോഴിക്കോട് എന്ന നഗരം, അതിൻ്റെ ആ നഗരത്തിൻ്റെ സാഹിത്യ സ്വഭാവം, അതല്ലെങ്കിൽ ആ നഗരാനുഭവം, ഇതെല്ലാം ചേർന്നുള്ള ഒരു സംഭാഷണം അജയ് മങ്ങാട്ടാണ്. അജയ് മങ്ങാട്ട് കോഴിക്കോട് ഏറെക്കാലം ഉണ്ടായിരുന്ന ഒരാളാണ്. നോവലിസ്റ്റ് എന്ന നിലയിലും പത്രപ്രവർത്തന നിലയിലും ഈ സാഹിത്യ നഗര പദവി എന്ന് പറയുന്ന ഈ കോഴിക്കോടിൻ്റെ ഈ പുതിയ വിശേഷണത്തെ അജയ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന് നല്ല പ്രാധാന്യമുണ്ട്. ഇപ്പോൾ യുനെസ്കോയുടെ പദവി എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലോകത്തെടുത്തു കഴിഞ്ഞാൽ ലോകത്ത് സാഹിത്യ നഗര പദവിയുള്ള രാജ്യങ്ങൾ യൂറോപ്പിലും ഏഷ്യയിലൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, കുറച്ച് സിറ്റികളുണ്ട്. സിറ്റീസാണ് സാധാരണ അവർ സെലക്ട് ചെയ്യുക. അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനൊരു ഗ്ലോബൽ ഔട്ട്റീച്ച് കിട്ടുക എന്നുള്ള ഒരു സംഗതിയാണ് അവർ പറയുന്ന ഒരു സംഗതി. അതായത് ഇതിനെ നമ്മൾ ദേശീയമാക്കുക എന്നുള്ള ഒരു സംഗതി. ഇപ്പോൾ കോഴിക്കോടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുമ്പോൾ ലോകത്തുള്ള മറ്റ് യൂറോപ്പിലേക്കുള്ള ഫ്രാൻസിലേക്ക് സാഹിത്യ നഗര പദവിയുള്ള പ്രദേശം നോക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ആ ഒരു രീതി വെച്ച് നോക്കിയാൽ നമ്മൾ കോഴിക്കോട് ഒരു പൗരാണിക നഗരമാണ്. അപ്പോൾ ചരിത്രപരമായിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ ലോക ഭൂപടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നഗരങ്ങളിലൊന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ മലയാള സാഹിത്യം എടുക്കുമ്പോൾ തന്നെയും കോഴിക്കോടിന് വലിയ ഒരു സവിശേഷമായൊരു സ്ഥാനമുണ്ട്. വലിയ വളരെ പ്രധാനപ്പെട്ട പല എഴുത്തുകാരും ജീവിച്ച് എഴുതി കടന്നുപോയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വൈയക്തികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഉന്മേഷം, ആഹ്ലാദം ഒക്കെ പകരുന്ന ഒരു സന്ദർഭമാണിത്. ഇങ്ങനെ ഇത് വരുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ ഒരു കോഴിക്കോടിൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ കോഴിക്കോട് ജനിച്ച ഒരാളല്ല. ഞാൻ കോഴിക്കോട്ടേക്ക് വന്ന് താമസമാക്കിയിട്ടുള്ള ഒരാളാണ്. 10-15 വർഷത്തോളം തുടർച്ചയായിട്ട് ഇവിടെ താമസിക്കുന്നു. ഇപ്പോൾ ഞാൻ വന്നു പോകുന്ന ഒരാളും കൂടെയാണ്. മറ്റു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് കോഴിക്കോട് സ്ഥിരതാമസമാക്കി വന്നു പോകുന്ന ഒരാളും കൂടെയാണ്. ഞാൻ ആദ്യം കോഴിക്കോട് വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അങ്ങനെയാണ് ആദ്യം കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പോൾ കോഴിക്കോട്ടേക്കുള്ള എൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കണക്ഷനാണ്. ബഷീറിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര നടത്തുന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ. അപ്പോൾ കോഴിക്കോട് എത്ര ദൂരമുണ്ട്, പോയാൽ അന്ന് തന്നെ തിരിച്ചു വരാൻ കഴിയുമെന്നൊന്നും അറിയാൻ പാടില്ലാതെ ചെറിയ പൈസ കൈവച്ചിട്ട് KSRTC ബസ്സിൽ കയറി വരികയാണ്. ട്രെയിനിൽ കയറി വരണം എന്നൊന്നും അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഒന്നുമില്ല. ബസ്സിൽ കാണും, കോഴിക്കോട് ബോർഡറിൽ ബസ് കയറി ഇങ്ങ് പോരുന്നു. ഒരു സമയമാകുമ്പോൾ ഇവിടെ എത്തുന്നു. ആ ബഷീർ ഞങ്ങളോട് വന്നപ്പോൾ തന്നെ ബഷീറിൻ്റെ വീട് അന്വേഷിച്ച് പിടിച്ച് പോകുന്നു. ചോദിച്ചത് വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? നമ്മൾ ഇത്ര ദൂരെ നിന്ന് വന്നാൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് വീട്ടിൽ പറഞ്ഞു. ഞങ്ങളെ വേഗം ഓടിച്ചു അവിടെ നിന്ന്. ബഷീറിൻ്റെ തന്നെ ഒരു ഭാഷ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഓടിച്ചു. അപ്പോൾ അങ്ങനെ ഇത് ഞാനെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞാണ്. നമ്മൾ ഈ പദവിയെക്കുറിച്ച് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഞാൻ കാണുന്ന സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് തന്നെ പറയുന്ന ഇതിൻ്റെ സാഹിത്യത്തെ സാർവദേശീയമാക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ അതിരുകളില്ലാതാക്കുന്ന ഒരിതാണ്. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്ത്, നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പരസ്പരം പല രീതിയിൽ, നമ്മൾ സാമൂഹിക ജീവിതത്തിലായാലും നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും മറ്റെല്ലാ രംഗങ്ങളും സാംസ്കാരികമായിട്ടൊക്കെ നമ്മൾ അങ്ങേയറ്റം പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ സാഹിത്യം നമുക്ക് അതിനകത്തുള്ള വലിയൊരു എന്താ പറയുക, നമ്മുടെ ഒരു ജീവിതം കുറച്ചും കൂടെ നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് ഞാൻ കാണുന്നത്. എഴുത്തുകാരൻ എന്നുള്ള രീതി മാത്രമല്ല, വായനക്കാരൻ എന്ന രീതിയിലും ഞാനതിനെ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുകയും ആ രീതിയിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ, നമുക്ക് ഒരു ഡിസ്കോഴ്സിനൊക്കെ ഉള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ശരിക്കും ഈ പദവിയെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പദവിക്ക് അതിൻ്റെ ഈ ഗ്ലോബൽ ഔട്ട്റീച്ച് എന്നുള്ള സാധനത്തിന് അതിൻ്റെ മറ്റ് സാങ്കേതികത്വവും വാണിജ്യപരവുമായിട്ടുള്ള ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെയുള്ള കാര്യങ്ങൾ,
അത് ലോകത്ത് എല്ലായിടത്തും ഈ ഇത്തരം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കും. നമ്മുടെ നാട്ടിലും കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒന്നിലധികം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേറെ പല ഈ പറഞ്ഞ വാണിജ്യപരമായ പല താല്പര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ ഇത് മനുഷ്യർക്ക് വന്നു ചേരാനുള്ള ഒരിടം എന്നുള്ള രീതിയിൽ മലയാളികൾ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു ചേരുകയും നമ്മുടെ ഭാഷയിൽ ഉണ്ടാകുന്ന സാഹിത്യത്തിന് ആ രീതിയിലൊരു എന്താ പറയുക ഒരു വലിയ രീതിയിലുള്ള ഒരു ഫ്ലവറിങ്ങിനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്യുന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് എൻ്റെ ഒരു വിചാരം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഇപ്പോൾ അജയ് പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് നഗരത്തിൽ ജോലി സംബന്ധമായി വരികയും കോഴിക്കോട് പാർപ്പുറപ്പിക്കുന്ന ചെയ്ത ഒരാളാണ് ഞാൻ. മറ്റൊരു നഗരത്തിൽ നിന്നാണ്, കൊച്ചിയിൽ നിന്നാണ് കോഴിക്കോട്ടേക്ക് വരുന്നത്. ഈ കോഴിക്കോട് നഗരത്തെ ഈ സാഹിത്യ നഗരമായി വരുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നൊരു കാര്യം, അതിൻ്റെ പിന്നിൽ ഒരു ഭരണകൂട എഫർട്ട് ഉണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ കോർപ്പറേഷനായാലും അതിൻ്റെ ഇപ്പോഴത്തെ മേയർ അല്ലെങ്കിൽ കോഴിക്കോടത്തെ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ അതിൻ്റെ ഒരു വലിയ ടീമുണ്ടാക്കിയിട്ട്, കാരണം ഇത് സാധാരണ നിലയിൽ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഏതെങ്കിലും വലിയ തോതിൽ കോഴിക്കോട് ഒരു വലിയ സാഹിത്യ നഗരമായി വലിയ പ്രചരിക്കപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് യുനെസ്കോ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ ഈ നഗരത്തിനുണ്ട് എന്ന് യുനെസ്കോയെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സ് അതിവിടുത്തെ ഭരണകൂടം ചെയ്തു എന്നുള്ളത്, കോർപ്പറേഷൻ ചെയ്തു എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മറ്റെല്ലാ നഗരങ്ങളിലും ഇപ്പോൾ സൗകര്യങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ആകട്ടെ, കൊച്ചി ആകട്ടെ, ഈ 2 നഗരങ്ങളെ അപേക്ഷിച്ച് സൗകര്യങ്ങൾ വളരെ കുറഞ്ഞൊരു നഗരമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പോലൊരു വലിയ ലൈബ്രറി സമുച്ചയങ്ങൾ കോഴിക്കോടില്ല. നമുക്ക് ആകെയുള്ളത് വളരെ കുറഞ്ഞ സൗകര്യമുള്ള ഒരു പബ്ലിക് ലൈബ്രറിയാണ്. അങ്ങനെ അതുപോലെ വലിയ പുസ്തക മന്ദിരങ്ങളോ അത്തരം സംഗതികൾ വാസ്തവത്തിൽ കുറവാണ്. പക്ഷേ ഒരുപാട് പ്രസാധകരുണ്ട്, ഒരുപാട് സാഹിത്യ സമ്മേളനങ്ങളുണ്ട്, എല്ലാ ദിവസവും ഒരു പുസ്തക പ്രകാശനമെങ്കിലും നടക്കുന്ന ഒരു പ്രദേശമാണ്. ഇങ്ങനെ സാഹിത്യവുമായി ചേർന്ന് പോകുന്നുണ്ട് കോഴിക്കോട്. പക്ഷേ അപ്പോഴും ഇതെനിക്ക് പ്രധാനമായി തോന്നുന്നത് നമ്മുടെ ഒരു ഭരണകൂടം തങ്ങളുടെ നഗരത്തെ ഒരു സാഹിത്യ നഗരമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയൊരു പോസിറ്റീവായ സംഗതിയുണ്ട്. അതെ, സൗകര്യങ്ങളുണ്ടോ ഇല്ലയൊന്നുമല്ല, അങ്ങനെ മറ്റൊരു വ്യവസായ നഗരമായിട്ട് അറിയപ്പെടാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ടൂറിസം നഗരമായിട്ട് അറിയപ്പെടാനോ ഒന്നുമല്ല, മറിച്ച് സാഹിത്യ നഗരം, അതിലൊരു അപൂർവത കാണുന്നത്. കാരണം സാഹിത്യം പൊതുവേ ഈ അധികാരത്തിന് പുറത്തു നിൽക്കുന്ന സാധനമാണല്ലോ. അധികാരത്തിനും കച്ചവടത്തിനൊക്കെ പുറത്തു നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് സാഹിത്യത്തെ പൊതുവെ പരിഗണിക്കുന്നത്. അത്തരം അധികാരികളുടെ ബാഹ്യമായി നിൽക്കുന്ന ഒരു സാഹിത്യത്തെ അത് കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ഉൾക്കൊള്ളൽ സംസ്കാരവുമായി വലിയ തോതിൽ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവം. കോഴിക്കോടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കോഴിക്കോട് എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വിശാലത പൊതുവെ പുറമേക്കെങ്കിലും കാണിക്കുന്ന അത് നമ്മൾ സംഘർഷത്തിൽ ഏർപ്പെടുന്ന വളരെ കുറവാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും മറ്റെവിടെയായാലും ഈ കല സാഹിത്യം എന്നുള്ള സംഗതികൾ ഒരു വിഭാഗം ജനങ്ങളുടെ ആയിരിക്കുള്ളൂ. അത് പൊതുവെ ഇപ്പം വലിയ സമ്പന്നരായ ആളുകൾ അവരുടെ ആനന്ദത്തിന് മറ്റ് കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ കോഴിക്കോട് ഞാനൊരു വ്യത്യസ്തത കണ്ടിട്ടുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ കോഴിക്കോടത്തെ ഒരു പ്രധാനപ്പെട്ട മാളിൽ ഗോകുലം മാളിൽ പോയിട്ട് ഒരു ബാബുരാജ് സംഗീത നിശ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വളരെ സാധാരണക്കാരായ തദ്ദേശീയരായ ഗായകർ അവിടെ ഒരു പരിപാടി വെച്ചാൽ ഇവിടുത്തെ നമ്മൾ ഈ അത്തരം മാളുകളിൽ പോകുന്ന അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ പോലും ഒരു 10-100 പേരെങ്കിലും വൈകുന്നേരം വന്ന് ആ പാട്ട് കേൾക്കാൻ തയ്യാറാവും. അത് കോഴിക്കോടിനെ സവിശേഷമാക്കുന്ന ഒന്നാണ്. നിങ്ങളൊരു ടൗൺ ഹാളിൽ നിങ്ങൾ എന്ത് പരിപാടി നടത്തിയാലും, ഒരു പരിപാടി ഇല്ലാതെ പോലും ടൗൺ ഹാളിൽ ഒരു പരിപാടി വെച്ചാൽ പോലും ടൗൺ ഹാളിൽ നിറഞ്ഞു കവിയും. അതങ്ങനത്തെ ഒരു സംസ്കാരം കോഴിക്കോടുണ്ട്. അത് ഈ കോഴിക്കോടിൻ്റെ ഉൾക്കൊള്ളലാണ്. ആ ഉൾക്കൊള്ളലിൻ്റെ വലിയ തെളിവായിട്ടാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത്. അജയന് അങ്ങനത്തെ ഒരു അനുഭവം പറയാനുണ്ടാവില്ല. അതായത് ഈ നഗരം ഇങ്ങനെ കലയെ, സാഹിത്യത്തെ, കച്ചവടത്തെ, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും പുരാതനമായ കച്ചവട കേന്ദ്രമാണ് കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ കച്ചവട കേന്ദ്രങ്ങളിലൊന്നായിട്ട് കോഴിക്കോടിനെ മനസ്സിലാക്കാം. അതേ കച്ചവട നഗരമാണ്. ഇപ്പം കലയും കച്ചവടവും എപ്പോഴും ഒരു ഇടഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് പൊതുവിൽ കാണപ്പെടുന്നത്. കലയും കച്ചവടവും തമ്മിൽ ഇടച്ചിലുണ്ടാവുമല്ലോ. കോഴിക്കോടിനെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കോഴിക്കോട് ഈ കച്ചവടവും കലയും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയല്ല ചെയ്യുന്നത്. അത് പലപ്പോഴും സമരസപ്പെട്ടു പോകുന്ന ആ ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ സമാന്തര സിനിമ എന്ന് വിളിക്കപ്പെടുന്ന സിനിമാക്കാർ കോഴിക്കോട് തമ്പടിച്ചിട്ടാണ് അവരുടെ രചനകൾ പൂർത്തി. ഇപ്പോൾ അരവിന്ദൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ്, കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, എല്ലാവരും പുറത്തുനിന്ന് വരികയാണ്. ഇവിടെ നിന്ന് സിനിമ ഉണ്ടാക്കാൻ വന്നവരാരും ഇവിടെയുള്ളവരായിരുന്നില്ല, മിക്കവരും പുറത്തുനിന്ന് വരികയാണ്. ഇപ്പോൾ ജോൺ അബ്രഹാം അമ്മ അറിയാൻ്റെ ഒരു വലിയ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ആലോചന ഇല്ലാതെ നടക്കുന്നത് ഇവിടെ നിന്നാണ്. പക്ഷേ ജോൺ അബ്രഹാം കോഴിക്കോടുകാരനല്ല. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ആർട്ടുണ്ടാക്കി പോകാൻ ശ്രമിക്കുന്നു. ഇവിടെ ഉള്ളവരല്ല ബേസിക്കലി
പല ഇപ്പോൾ ആദ്യം അജയ് പറഞ്ഞ വൈക്കം ബഷീർ ആണെങ്കിൽ പോലും കോഴിക്കോട് വന്നതിന് ശേഷം ഒന്നും എഴുതിയിട്ടില്ല. വൈക്കം ബഷീർ കോഴിക്കോടുകാരനല്ല, അല്ല വൈക്കത്തുകാരനാണ്. പക്ഷേ കോഴിക്കോട് വന്ന് പാർപ്പുറപ്പിച്ചു. പക്ഷേ കോഴിക്കോട് വന്നതിന് ശേഷം ബഷീറിൻ്റെ ഒരു രചനയും എനിക്ക് തോന്നുന്നില്ല, ഒരു രചനയും എഴുതിയിട്ടില്ല, ഒന്നും തന്നെ എഴുതിയിട്ടില്ല. പിന്നെ കോഴിക്കോടിൻ്റെ സാഹിത്യ നഗരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രതീകമായി പറയുന്ന MT കോഴിക്കോട്ടുകാരനല്ല, കോഴിക്കോടല്ല. MTയുടെ കൃതികളും കോഴിക്കോടിൻ്റെ പശ്ചാത്തലമാക്കിയുള്ളതല്ല. കോഴിക്കോടിൻ്റെ SK തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളൂ. അപ്പോൾ അത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം ചേരുന്നൊരിടാണ് ഈ കച്ചവടത്തിനെ ആയാലും കലയെ ആയാലും പുറത്തുനിന്ന് വരുന്നവരെയാണെങ്കിലും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഈ സാഹിത്യത്തിനുള്ളൊരു ശേഷിയുണ്ടല്ലോ, സഹിതമായിരിക്കുക എന്നുള്ളത്. ആ ശേഷിയുള്ള നഗരം എന്നതുകൂടി അതിൻ്റെ കൂടി ഒരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിന് തങ്ങളുടെ നഗരം അങ്ങനെയാണ്, അങ്ങനെയുള്ള നഗരമാണെന്ന് ആ നഗരത്തിൻ്റെ ഭരണാധികാരികൾ മനസ്സിലാക്കിയെന്നിടത്ത് ഒരു വലിയൊരു പോസിറ്റീവ് സർഗാത്മകം ഞങ്ങൾ അജയൻ. അങ്ങനെ ഈ കോഴിക്കോടിൻ്റെ ഒരു ഉൾക്കൊള്ളൽ സംസ്കാരത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇതിലേക്ക് തന്നെ വരികയാണ്. അതായത് ഇതിൻ്റെ ഈ പുറമേ നിന്നുള്ളത് കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് നോർമലി അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നമ്മൾ സാഹിത്യത്തിൽ വേർതിരിവില്ലെന്ന് പറയുമ്പോഴും സാഹിത്യത്തിൽ നമ്മൾ വൈദേശിക സാഹിത്യം എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് അങ്ങനെ വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു സവിശേഷതയാണ്. കാരണം ഇപ്പോൾ ജാതി വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിന് പുറത്തുനിന്ന് വരുന്ന ഒന്നിനെ സ്വീകരിക്കാൻ കഴിയില്ല. അതിനകത്തുള്ളത് തന്നെ അത് ഡിവൈഡ് ചെയ്തിട്ടാണ്, വിഭജിച്ചാണ് ഉപയോഗിക്കുന്നത്. സാഹിത്യം ഇതിനെതിരാണ്. അടിസ്ഥാനപരമായിട്ട് സാഹിത്യത്തിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, സ്വീകരിക്കുന്നതെന്നുള്ള. അപ്പോൾ ഈ ഒരു ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ ഒരു വലിയ ഒരു സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല ദേശത്തു നിന്ന് വന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഇതിപ്പോൾ നമ്മൾ ഈ പദവി എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാങ്കേതികമായ ഒരു കാര്യമാണ്. അല്ലാതെ തന്നെയും കോഴിക്കോട് സംഗീതത്തിൻ്റെ ആണെങ്കിലും സിനിമയുടെ ആണെങ്കിലും ചിത്രകലയുടെ ആണെങ്കിലും ഒക്കെ ഒരു കേന്ദ്രം, ആളുകൾക്ക് വന്ന് ചേരാനുള്ള ഒരിടം, ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ പണ്ട് മുതലേ ഇത് വളരെ വർഷങ്ങൾക്ക് മുന്നേ മുതലേ ഉള്ള അതൊരു ഒരു അനുഭവമാണത്. ഇത് സാഹിത്യത്തിൽ തന്നെ എഴുത്തുകാരുടെ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വേറൊരു കാര്യം നമുക്ക് കണ്ടെത്താം. ഈ സ്ഥലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഴുത്തിൽ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ലോകത്ത് തന്നെ നമ്മളിപ്പോൾ ഇസ്താംബൂൾ എന്നുള്ള സ്ഥലം അതൊരു പൗരാണിക നഗരമാണ്. അതിപ്പോൾ ഓട്ടോമൻ എംപയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അതിനും നമ്മുടെ കോഴിക്കോട് പോലെ പൊളിറ്റിക്കലായിട്ടും കൾച്ചറലായിട്ടും ഒക്കെ വേറെ ചരിത്രമുണ്ട്. ഇപ്പോൾ കച്ചവടമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേറെ ചരിത്രമുണ്ട്. പക്ഷേ നമ്മൾ ഇസ്താംബൂളിനെ അങ്ങനെയല്ല കാണുന്നത്. ഇസ്താംബൂളിൽ ഈ പറഞ്ഞ പോലെ എഴുത്തുമായി ബന്ധപ്പെട്ട വലിയൊരു പാമുക്കിനെയൊക്കെ നമ്മൾ അങ്ങനെ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്താംബൂൾ എന്നുള്ള നഗരം ചിലപ്പോൾ അചേതനമായ ഒരു സംഗതിയായിരിക്കും. കുറേ കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. പക്ഷേ അവിടെ എഴുത്തുകാരന് അതിന് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ഥലത്തിന് വേറൊരു അനുഭവമാണ്. അത് ശരിക്കും കോഴിക്കോടിനുണ്ടെന്നുള്ളതാണ്. കോഴിക്കോടിനിപ്പോൾ നമ്മൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെ കഥാപാത്രം ആ ഒരു വളരെ കലുഷിതമായൊരു കാലഘട്ടത്തിൽ നിന്ന് കോഴിക്കോട് വന്നിട്ടാണ് അയാൾ സെറ്റിലാകുന്നത്. ആ കഥാപാത്രം സെറ്റിലാകുകയും അയാൾ വേറൊരു ഐഡൻറ്റിറ്റി വന്നിട്ട് അയാൾ ഇവിടെയാണ് പുതിയൊരു ജീവിതം ആ നോവലിൽ കണ്ടെത്തുന്നതെന്ന് സാധിക്കും. അപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സാഹിത്യകൃതികളിലും ഒരു സ്ഥലത്തിനകത്ത് നിന്നിട്ട് സ്ഥലം തന്നെ ഒരു മോട്ടിവേഷനായി മാറുന്ന ഒരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചോളം വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ എനിക്ക് കോഴിക്കോടിൻ്റെ ഇവിടെ വേറെ ബന്ധുക്കളോ അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളോ പോലുമില്ല. നമ്മുടെ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ നമ്മുടെ ഒപ്പം തന്നെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സ്ഥലം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരില്ലാതെ സംഭവിക്കുന്നതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ പലയിടത്തുനിന്നായി വന്ന് ചേർന്ന ആളുകൾ ഈ സ്ഥലത്തിനൊരു പുതിയൊരു ഐഡൻറ്റിറ്റി, ഒരു പുതിയൊരു വികാരം കൊടുക്കുകയാണ്. ഇത് ലോകത്ത് എല്ലായിടത്തും സംഭവിച്ചോളണമെന്നില്ല എന്നുള്ളത് അത് നമ്മളെപ്പോഴും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പൗരാണിക നഗരം ഇപ്പോൾ പല രാജ്യങ്ങളിലെ ഇതുപോലെ നമുക്ക് ഉദാഹരണം എടുത്ത് പറയാം. പാരീസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. എഴുത്തുകാരെല്ലാം പോയി അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ പോയിരുന്ന് എഴുതുന്നു. സാർത്തറിനെ പോലെയുള്ളവരൊക്കെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നു. കോഫി ഹൗസിൽ പോകുന്നു, അവിടെ ഇരുന്ന് എഴുതുന്നു. അങ്ങനെ ഒരുപാട് എഴുത്തുകാർ. മാർക്കേസ് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ലൊരു പീരീഡ് താമസിച്ചത്, ചെറുപ്പകാലത്ത് താമസിച്ച് പാരീസിൽ ആണ് താമസിച്ചത്. ഒരു റിപ്പോർട്ടറായിട്ട് ജേർണലിസ്റ്റായിട്ട് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് ചിലപ്പോൾ ആ സ്ഥലം നമ്മുടെ കൃതികളിൽ വന്നോളണമെന്നില്ല. പക്ഷേ എഴുത്തുകാരെ സംബന്ധിച്ചുള്ള അത് വലിയൊരു മോട്ടിവേഷനാണ്. ഇനി നമ്മൾ സാഹിത്യത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിലും ഈ സാഹിത്യം എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാഹിത്യം വായിക്കുന്നവരെ കൊണ്ട് എഴുതുന്നവരെ കൊണ്ട് മാത്രമല്ല നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ചോദിക്കാറുണ്ട് ഇത്രയധികം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്തിനാണ് നമ്മൾ ചോദിക്കാറുള്ളതാണ്. ഇത്ര എഴുത്തുകാരെന്തിനാണ്, ഇത്രയേറെ ആളുകൾ എന്തിനാണ് കവിത എഴുതുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഇത് ഒരു സമൂഹം
അങ്ങേയറ്റം ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഇത്രയും ബഹുസ്വരമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാഹിത്യത്തിലിപ്പോൾ ഞാനോ നിങ്ങളോ മാത്രം കവിത എഴുതുകയും ബാക്കിയുള്ളവരെല്ലാം അത് വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതല്ല അതിനകത്ത് സാഹിത്യത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഞാൻ സാഹിത്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബഷീറിനെ വായിക്കുമ്പോൾ, ഞാൻ തിക്കോടീനെ വായിക്കുമ്പോൾ, അങ്ങനെ SK വായിക്കുമ്പോൾ എനിക്കിത് വായനക്കാരൻ എന്ന രീതിയിൽ എനിക്ക് തോന്നണം, എനിക്കും അതുപോലൊരു രചന നിർവഹിക്കാൻ കഴിയണം എന്ന് തോന്നും. ഞാനൊരു സിനിമ കാണുമ്പോൾ അത് ഇപ്പോൾ കോഴിക്കോടിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നണം ഇവിടെ കോഴിക്കോട് പശ്ചാത്തലമാക്കി എനിക്ക് വേറെ സിനിമ എടുത്താൽ എന്താണെന്ന് തോന്നണം. അതാണ് അതിനകത്തൊരു കൾച്ചറലായിട്ടുള്ള ഒരു എലമെൻ്റ്. ഞാൻ എൻ്റെ ജനാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഈ ഭാവനയിൽ ജനാധിപത്യം നമ്മുടെ ഒരു ശീലമാണല്ലോ. ജനാധിപത്യ ബോധം എന്നുള്ളൊരു ശീലം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ജനാധിപത്യ ബോധം നമ്മുടെ ഭാവനയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ സാഹിത്യോത്സവങ്ങളോ അല്ലെങ്കിൽ സാഹിത്യമേളകളോ പണ്ട് ചെറിയ ചെറിയ യോഗങ്ങളോ ഒക്കെയാണ് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് കുറച്ചുകൂടെ വിപുലമായി മാറിയ കാലഘട്ടത്തിൻ്റെ ഇതനുസരിച്ച് പുറത്തുനിന്ന് എഴുത്തുകാർ വരുന്നു. ഇപ്പം നമ്മളിപ്പോൾ കന്നഡയിലുള്ള ഒരു എഴുത്തുകാരനെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിന്നൊരു എഴുത്തുകാരൻ വന്ന് നമ്മളിവിടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കും. തമിഴ്നാട്ടിലെ ഒരു കവി വന്നിട്ട് കടപ്പുറത്തിരുന്നിട്ട് നമ്മളോട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മളോട് സംസാരിക്കും. ഈ ഒരു കൂടിച്ചേരലുണ്ടല്ലോ, ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. വളരെ ഒരു സവിശേഷമായ ഒരു കാലത്ത് നമ്മൾ, കാരണം നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഭരണകൂടം ചെയ്ത ഒരു ഇടപെടൽ, അതായത് കോർപ്പറേഷൻ നടത്തിയ ഒരു ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഇടപെടൽ പോലെ തന്നെ പ്രധാനമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന സാഹിത്യപരമായിട്ടുള്ള സമ്മേളനങ്ങളാണെങ്കിലും അല്ലെങ്കിലും വന്നാലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു അവസ്ഥയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പദവിയിൽ ഇപ്പം അജയ് പറഞ്ഞ പോലെ തന്നെ ഈ പലതരം ഉത്സവങ്ങൾ നടക്കുന്നു. അതിനൊക്കെ ആളുകൾ തമ്മിലുള്ള ഈ ഭയങ്കര ജനാധിപത്യപരമായ കൂടിച്ചേരൽ, അത് ആ കൂടിച്ചേരലുണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ കാലത്ത് വേണ്ട ഒരു പൊളിറ്റിക്സ് ആണ്. നമ്മളുടെ ബഹുസ്വരതയെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കുറച്ചുകൂടി വിശാലമാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ പദവി സഹായിക്കുകയും ചെയ്യും. ഇപ്പൊ സാഹിത്യ നഗരം എന്ന ഒരു രീതിയിൽ ലെജിറ്റിമേറ്റ് ആക്കുന്നതാണ് കുറച്ചുകൂടെ ആധികാരിക. നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് നമ്മളിപ്പോൾ പി കേശവദേവൻ്റെയോ അല്ലെങ്കിൽ ബഷീറിൻ്റെയോ തകഴിയുടെ പോലോ കഥകളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് എഴുത്തുകാരൻ വല്ലാതെ ഒറ്റപ്പെട്ട ഒരാളാണ്. അയാളുടെ സാഹിത്യവും വളരെ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അയാൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല, അയാൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു, എഴുതാൻ വേണ്ടിയിട്ട് അയാൾ വല്ലാതെ കഷ്ടപ്പെടുന്നു, അയാളുടെ പുതിയ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട്. അത് കഴിഞ്ഞുകൂടെ ആധുനികതയിലേക്ക് വന്നാലും നമ്മൾ അങ്ങനെ തന്നെ കാണണം. സാഹിത്യം എന്നുള്ളത് ഒരു രീതിയിലും എല്ലാ രീതിയിലും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ VP ശിവകുമാറിൻ്റെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ എഴുത്തുകാരൻ തന്നെയും വലിയ കഷ്ടപ്പാടിലാണ്. എഴുത്തുകാരന് സർക്കാർ ജോലി ഉണ്ടെങ്കിലും അയാൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പുള്ളി തന്നെ എഴുതുകയാണ്, അയാൾ തന്നെ എഴുതുകയാണ്. കഥാപാത്രങ്ങളും അങ്ങനെയാണ്. കഥാപാത്രങ്ങളും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്ന എഴുത്തുകാരും വലിയ ദുരിതം അനുഭവിക്കുന്നത്. കാരണം അവർക്ക് ഒരു ഓഡിയൻസ് ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു ആസ്വാദക വൃന്ദത്തിൻ്റെ ഒരു പരിമിതി അവരെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വളരെ സങ്കുചിതമായിട്ടുള്ള വളരെ ചെറിയ വളരെ പരിമിതമായ ഒരു സർക്കിളിൽ നിൽക്കുന്ന, കാരണം നമുക്കറിയാലോ വായനക്കാരെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സമൂഹമാണ്, എഴുത്തുകാരും അതിനേക്കാൾ ചെറിയൊരു സമൂഹമാണ്. അപ്പോൾ ആ ചെറിയ സമൂഹം വന്നിട്ട് ഒരു വലിയൊരു സദസ്സിൽ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ അത് കേൾക്കാൻ വരുന്ന എല്ലാവരും വായനക്കാരായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ കോഴിക്കോടിൻ്റെ ഒരു വലിയ സവിശേഷത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വരി കവിത പോലും എഴുതാത്തയാളെ പോലും ഒരു കവിയെ ബഹുമാനിക്കുന്നുള്ള അല്ലെങ്കിൽ കലാകാരനെ ബഹുമാനിക്കുന്നുള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് എഴുതാൻ കഴിയില്ല, നമ്മൾ ചിലപ്പോൾ പുസ്തകം വായിക്കുന്നുണ്ടാവില്ല, എങ്കിൽ പോലും എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ആദരവോടുകൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഒരുപക്ഷെ ഈ ഇതുമായി ബന്ധമില്ലാത്ത ആളുകളാൽ ഇപ്പോൾ കോഴിക്കോടിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ പോലും അങ്ങനെയാണ്. പക്ഷേ എങ്കിലും ഈ അജയ് പറഞ്ഞ ഈ സംഗതിയുണ്ട്, അരാജകമാണ് എങ്കിൽ പോലും കോഴിക്കോട് സ്വീകരിച്ചു ഒരു വളരെ പ്രധാനപ്പെട്ട. ഞാൻ ഇപ്പം നമ്മൾ പുസ്തകങ്ങൾ വെക്കുന്നു, ഇതുമായിട്ട് ഡയറക്റ്റായിട്ട് പുസ്തകങ്ങൾ വെക്കുമല്ലോ. നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വരുമ്പോൾ അവിടുത്തെ ഒരു പ്രധാന സംഗതി പുസ്തകങ്ങളാണ്. ഒരുപാട് പുസ്തകങ്ങൾ വെക്കും. അപ്പോൾ ചിലർ ചോദിക്കും, എല്ലാത്തിനകത്ത് ഇതൊരു ദോഷൈക ദൃക്കോടുകൂടി കാണുന്ന ആളുകൾ ചോദിക്കും, ആളുകളെല്ലാം പുസ്തകമെല്ലാം വായിക്കുന്നുണ്ടോ? ഇല്ല, വായിക്കുന്നില്ല.
പക്ഷേ ഇങ്ങനെ ആളുകൾ വായിക്കുന്നതുകൊണ്ട് കൂടിയാണ് പുസ്തകം വിൽക്കുന്നത്. വായനക്കാർ മാത്രമാണ് പുസ്തകം വായിക്കുന്നതെങ്കിൽ, അതായത് ശരിക്കുള്ള വായനക്കാരൻ മാത്രം പുസ്തകം വിൽക്കില്ല. ഒരു 100 കോപ്പി 200 കോപ്പിയൊക്കെ ചിലപ്പോൾ വിൽക്കുള്ളൂ ഒരു പുസ്തകം. ഒരു പുസ്തകം 1000-10,000 വാങ്ങുന്നത്. അതെ, സാഹിത്യത്തോട് ഇഷ്ടമുള്ള ആളുകളാണ് സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലാതെ വായനക്കാരല്ല. വായനക്കാർ വളരെ ചെറിയൊരു സമൂഹമാണ്. അവരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം, അവർക്ക് സാഹിത്യോത്സവം വേണ്ട, ലിറ്ററേച്ചർ സിറ്റി അവർക്ക് ആവശ്യമില്ല സാഹിത്യം വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ സാഹിത്യമായിട്ട് നേരിട്ട് ബന്ധം, അല്ലെങ്കിൽ കലയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് അതിനെ താങ്ങി നിർത്തുന്നത് ശരിക്കും. അത് നമ്മൾ ആ രീതി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരാൾ വീട്ടിൽ കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ച് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയാളെ പരിഹസിക്കും. അയാൾ പുസ്തകം വാങ്ങിച്ച് വെറുതെ വെച്ചിരിക്കുന്നു വായിക്കുന്നു. അയാൾ ഏതെങ്കിലും ഒരു ദിവസം വായിക്കാമെന്ന് വിചാരിച്ചത് അവിടെ വാങ്ങി, ആ ഒരു ചിന്തയുണ്ടല്ലോ. അതായത് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം പുസ്തകങ്ങൾ ആ പ്രോസസ്സ്, പിന്നെ അയാൾ ആ പുസ്തകം കാണുമ്പോൾ ഞാനത് ചിലപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം വായിക്കാമെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ വായിക്കാം. പക്ഷെ അയാൾ വായിക്കുന്നില്ല. പക്ഷെ അയാൾ വായിക്കുന്നില്ലെങ്കിലും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു പാഷൻ ഉണ്ടല്ലോ, ആ പാഷനാണ് നമുക്ക് ലിറ്ററേച്ചർ സിറ്റി ഉണ്ടാക്കി തരുന്നത്. ഇപ്പൊ അജയ് പറഞ്ഞ ഈ സംഗതിയില്ലേ, ശരിക്കും പറഞ്ഞാൽ അത് കോഴിക്കോടിന്റെ ഒരു സിഗ്നേച്ചറാണത്. അതായത് ഇതിന് നമുക്ക് സാഹിത്യ സംഘാടനം എന്ന് വിളിക്കാം. സാഹിത്യ സംഘാടകരുടെ അല്ലെങ്കിൽ കലാസംഘാടകരുടെ വലിയൊരു കേന്ദ്രമാണ് കോഴിക്കോട്. ഇപ്പൊ അവര് കലാകാരന്മാരൊന്നുമല്ല. ഇപ്പൊ നിങ്ങളിപ്പോ നമ്മൾ കടുത്തിരി മരിച്ചു ചെലവൂർ വേണുവിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പിൽക്കാലത്ത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കലയിലോ സാഹിത്യത്തിലോ മറ്റെവിടെയും ചെലവൂർ വേണുവിൻ്റെതായ ഒരു സംഭാവനകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചെലവൂർ വേണു ഈ കലയുടെയും അതുപോലെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ചരിത്രത്തിലുണ്ട്, ഒരു സംഘാടകനായിട്ട്. അതുകൊണ്ടാണ് ചെലവൂർ വേണുവിന് ഇവിടുത്തെ ഒരു എഴുത്തുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു കലാകാരനെ പോലെ ഒരേ പ്രാധാന്യത്തോടെ കോഴിക്കോട് നഗരം അദ്ദേഹത്തെ കാണുന്നത്. മറ്റൊരു സ്ഥലത്താണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രാധാന്യം. കാരണം അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്ന് ഒരു നോവൽ എഴുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വലിയ രചന സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരം സംഘാടകർക്ക് വലിയ പ്രാധാന്യമുള്ള നഗരമാണ്. കാരണം നമ്മുടെ കോഴിക്കോട് തന്നെ ഇപ്പോൾ സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് കാണുന്ന ഒരുപാട് പേരെടുത്ത്, അല്ലെങ്കിൽ ആഫ്റ്റർ ഓൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനെയും അത്തരം കണക്ക് വെച്ച് വിളമ്പുന്ന ഒരു കാലമാണല്ലോ ഈ കാലത്ത്. ആ കാലത്തിൻ്റെ യുക്തി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യരൊക്കെ അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ലാത്ത 100 കണക്കിന് ആളുകളുടെ ഒരു കൂട്ടം കോഴിക്കോട് കാണാം. പക്ഷെ ആ ഒന്നും ചെയ്യാത്ത ആളുകളാണ് അജയ് പറഞ്ഞതുപോലെ ഈ സംഗതികളെയൊക്കെ ജൈവത്തായിട്ട് നിലനിർത്തുന്നതും അവരുടെ കൂടി നഗരമായതുകൊണ്ടാണ് ഈ നഗരത്തിന് ഈ സാഹിത്യ നഗരം എന്നുള്ളത് അഭിമാനത്തോടെ ഇങ്ങനെ എടുത്തു. അതിന്റെ ഒരു സാംസ്കാരിക മൂല്യം എന്നുള്ളത് എപ്പോഴും വളരെ പ്രധാനപ്പെട്ടാണ്. മുറിക്കകത്തിരുന്ന് അടച്ചിരുന്ന് പുസ്തകം വായിക്കുകയും മുറിക്കകത്തിരുന്ന് പുസ്തകം എഴുതുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? ഇതെല്ലാം വായിച്ചവരല്ല. കാരണം വെച്ചാൽ ഇതെല്ലാം വായിച്ചവരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതിപ്പോൾ അതിൻ്റെ ഒരു തോത് അങ്ങനെയല്ല എടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു എഴുത്തുകാരന് വരുന്ന ഒരു വേദി വെച്ചാൽ നമ്മൾ അവിടെ ഇരിക്കുന്ന ആളുകൾ 50 പേര് ഇരിപ്പുണ്ടെങ്കിൽ 50 പേരും ഇയാളുടെ എല്ലാ പുസ്തകം വായിച്ചിട്ടല്ലല്ലോ അവിടെ വന്നിരിക്കുന്നത്. ഈ എഴുത്തുകാരൻ്റെ എല്ലാ പുസ്തകം വായിച്ചല്ല. പക്ഷേ ആ ഒരു കൗതുകം ഉണ്ടല്ലോ. നിങ്ങൾ വളരെ വേറൊരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ പണം ചെലവഴിക്കുമ്പോൾ അയാൾ ഏറ്റവും സൂക്ഷ്മതയോടെ പല ആവർത്തി ചിന്തിച്ചിട്ട് ആണ് ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് 100-200 രൂപ അയാൾ മുടക്കുന്നത്. അയാളൊരു ഈ പറഞ്ഞ രീതിയിൽ ഒരു ബീവറേജിൽ പോയി ഒരു കുപ്പി വാങ്ങാൻ അത്ര ആലോചിക്കില്ല. അയാളൊരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കാൻ അത്ര ആലോചിക്കത്തില്ല. അയാളൊരു ഉടുപ്പ് വാങ്ങാൻ അത്ര ആലോചിക്കത്തില്ല. പക്ഷേ ഒരു പുസ്തകം വാങ്ങാൻ നേരത്ത് ഒരു മനുഷ്യൻ വളരെ അതിനകത്ത് ചിന്തിക്കും, ഇത് ചിലവാക്കണോ വേണ്ടത്. എന്ന് വെച്ചാൽ ആദ്യം ഒഴിവാക്കുന്നത് പുസ്തകമോ അല്ലെങ്കിൽ വാരിയോ വാങ്ങുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി കുറേ അധികം പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അയാളെല്ലാം ബുക്ക് ഷോപ്പിൽ പോയി പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ അയാളുടെ പാഷൻ നമ്മൾ അവഗണിക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇത് വാങ്ങാൻ അയാൾ അത്രത്തോളം ഒരു പെയിൻ അതിനകത്ത് എടുക്കുന്നുണ്ട്. അതായത് അയാൾ വായിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, അത് അയാളുടെ ഒരു വ്യക്തിപരമായ തലത്തിൽ നിൽക്കുന്ന കാര്യം. പക്ഷേ ഈ പാഷനാണ് വാസ്തവത്തിൽ ലിറ്ററേച്ചർ നിലനിർത്തുന്നത്, എഴുത്തുകാരെ നിലനിർത്തുന്നത്. ഈ പറഞ്ഞാൽ ഈ പുസ്തകം വാങ്ങുന്നവർ ചെയ്യുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സാഹിത്യം എന്ന് പറഞ്ഞാലും സാഹിത്യം ഇതൊന്നും അവരായിട്ട് അതിലിടപെടുന്നില്ലെങ്കിലും അതെല്ലാം പ്രധാനപ്പെട്ട എന്തോ കാര്യങ്ങളാണ് എന്നൊരു തോന്നൽ ഈ നഗരത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം കോഴിക്കോട് ഇപ്പോൾ ഒരു വലിയ മ്യൂസീഷ്യൻ വരുമ്പോൾ, ഇപ്പോൾ ഹരിപ്രസാദ് ചൗരസ്യ വന്നാലോ അങ്ങനെ ആര് വന്നാലും മെഡിയസിനൊക്കെ വന്നു പോകുമ്പോഴൊക്കെ ഇവിടെ വലിയ ജനപ്രളയമാണ്. അതായത് ഇവരൊക്കെ അങ്ങനെ ആളുകൾ ഇതെന്തോ പ്രധാനപ്പെട്ട സംഗതിയാണ് നടക്കുന്നത്. സാഹിത്യം എന്ന് പറഞ്ഞാൽ ഈ അജയ് പറഞ്ഞാൽ ഒറ്റ പുസ്തകം വായിക്കാത്തവരായിരിക്കുള്ളൂ. പക്ഷേ അവർക്കറിയാം ഞാൻ പുസ്തകം വായിച്ചില്ലെങ്കിലും പുസ്തകം വായിക്കുന്ന ഒരു വലിയ കാര്യമാണ്, പുസ്തകം എഴുതുന്നത് അതിലും വലിയൊരു കാര്യമാണ്.
അത് എഴുതുന്ന ഈ ആളുകളാണ്, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ ഭാഷയിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കാരണം നമുക്ക് ഇപ്പോൾ സ്കൂൾ ഇപ്പോൾ അധ്യാപകരൊക്കെ പറയാറുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, കുട്ടികൾക്ക് മലയാളം എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഈ ഭാഷ ഉപയോഗിക്കാൻ അറിയില്ല എന്ന്. ഇതിപ്പോൾ സാഹിത്യത്തിനൊരു ഒതൻറ്റിസിറ്റി കൊണ്ടുവരാൻ ഇതിൽ ഇത്തരം കാര്യങ്ങൾക്ക് സാധിക്കും. ഇപ്പം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു സംഗതി, വായനക്കാരായാലും എഴുത്തുകാരായാലും പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും, നമ്മുടെ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ, ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമ്മൾ ചില നെറേറ്റീവ് നമ്മൾ പൊളിക്കേണ്ടതുണ്ട്. ആ നെറേറ്റീവിനെ പൊളിക്കാൻ ഇങ്ങനെ ഒരു സാഹിത്യ നഗരം എന്നുള്ളൊരു പദവി കൊണ്ടുണ്ട് ഉള്ള ആധികാരികത ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വേറെ കാര്യം ചെയ്യും, നമ്മൾ ഈ ഇത്തവണത്തെ ലോക്സഭ ഇലക്ഷൻ നടക്കാൻ നേരത്ത് അതിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നെറേറ്റീവ് എന്താ, നമ്മൾ 400 അധികം സീറ്റുകൾ, 400+ സീറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ ജേർണലിസ്റ്റുകളായാലും അതാണ് നെറേറ്റീവ്. ആ നെറേറ്റീവ് ആദ്യഘട്ട ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് പൊളിഞ്ഞു. അത് നമ്മൾ ആലോചിക്കേണ്ടത്, അത് പൊളിഞ്ഞത് എങ്ങനെയാണ്? വെളിയിൽ നിന്നാണോ? വെളിയിൽ നിന്ന് ആരും ചെയ്തിട്ടില്ല. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത് ഈ നരേറ്റീവ് തിരുത്തണം എന്ന് വിചാരിച്ച് നിരന്തരം ജോലിയെടുത്ത ആളുകളാണ്. അവരാണ് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ സാധാരണ മനുഷ്യന്മാർ, സാധാരണ മനുഷ്യന്മാർ പണിയെടുത്തോണ്ടാണ് സാധിച്ചത്. അത് മുകളിൽ നിന്നല്ല പറഞ്ഞതല്ല. അപ്പോൾ ശരിക്കും സാഹിത്യത്തിന് അങ്ങനെ ഒരു വലിയൊരു ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. താഴെ നിന്നുള്ള ആളുകൾ അതിനെ നിലനിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു പദവി, നഗരത്തിനൊരു പദവി ലഭിക്കുമ്പോൾ കോഴിക്കോട് താമസിക്കുന്ന ആൾക്കാർക്കും കോഴിക്കോടിന് പുറത്തുള്ള ആളുകൾക്കും കോഴിക്കോടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വലിയ ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിനെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിത് എങ്ങനെ ഉപയോഗിക്കുന്നു, അത് വലിയ സംഭവം. നമുക്കൊരു നിർദ്ദേശം പോലെ പോലും പറയാവുന്നതാണ്. നമുക്ക് ഈ എഴുത്തുകാരുടെ ഭാഗത്തു നിന്നായാലും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണ്ട. ഇത് കേവലമായൊരു പദവി വരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കോർപ്പറേഷൻ കൗൺസിൽ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അടുത്ത 2-3 മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത വർഷത്തോടെ പുതിയ ഭരണസമിതിയൊക്കെ വരുമ്പോൾ അവരിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കൊണ്ടുപോയില്ലെങ്കിൽ ഇതൊരു ദിവസത്തെ ആഘോഷമായിട്ട് ഇത് അവസാനിക്കും, ഉദ്ഘാടനമായിട്ട്. അതല്ല, കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കോഴിക്കോടിന് ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം സൗകര്യക്കുറവുണ്ട്. നമുക്കറിയാം, വളരെ ചെറിയൊരു നഗരമാണ്. അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യർ നടക്കാൻ പോലും മര്യാദയ്ക്ക് വഴികൾ കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ മാറ്റം, ഒരു ഭൗതികമായ മാറ്റത്തോട് അത്ര എളുപ്പത്തിൽ സഹകരിക്കുന്ന സ്ഥലമല്ല. ഇപ്പോൾ പാളയത്തെ മാർക്കറ്റ് വളരെ ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്കിത് തൊട്ടപ്പുറത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു കല്ലുത്തങ്ങടയിലേക്ക് അത് സമ്മതിക്കില്ല. അങ്ങനത്തെ ചെറിയ നൊസ്റ്റാൾജിയകളും കാര്യങ്ങളൊക്കെ ഈ ഇടങ്ങേറാക്കുന്ന ഒരു സമൂഹം കോഴിക്കോടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മാനാഞ്ചിറ മുതൽ അവിടുത്തെ കോംട്രസ്റ്റ്, ടൗൺ ഹാള്, ആർട്ട് ഗാലറി ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ചത്വരം പോലെ രൂപീകരിക്കപ്പെടുകയും അവിടെ കുറേ കൂടി വിശാലമായ സ്പേസ് ഉണ്ടായിരിക്കുകയും മനുഷ്യർക്ക് മാനാഞ്ചിറയിലും ഇവിടെയൊക്കെ ഒരുമിച്ചിരിക്കാനും അവിടെ ഈ പറഞ്ഞതുപോലെ ഈ വലിയ അജയാദ്യം പറഞ്ഞ പോലത്തെയുള്ള വലിയ സാഹിത്യ നഗരങ്ങളിലൊക്കെ ഉള്ളതുപോലെ പെർഫോമൻസുകൾ നിരന്തരം, ഇപ്പം ടൗൺ ഹാൾ ഇല്ലെന്നല്ല, അതല്ലാതെ കുറേ കൂടി വിപുലമായ പെർഫോമൻസുകളും അതിന് കാഴ്ചക്കാരും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കോർപ്പറേഷനും ഭരണകൂടവും എല്ലാം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിന് വേണ്ടത്ര സഹായം ചെയ്യുക എന്നുള്ളത്. കാരണം ഇതൊരു അഭിമാനത്തിൻ്റെ സംഗതിയാണ്. കാരണം മനുഷ്യർ വലിയ തോതിൽ ഒറ്റയായി തീരുകയും അവർ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും നമുക്ക് ചുറ്റുമുള്ള ലോകം അത്രയൊന്നും മനോഹരമല്ലാണ്ടായി മാറുകയും ചെയ്യുന്ന കാലത്ത് ഇത്തരം തുരുത്തുകൾ മനുഷ്യർക്ക് എന്തായാലും വെളിച്ചം വരും. അജയ് ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്, അതായത് ഇതൊന്നും നേരിട്ട് വായിക്കുന്നവർക്കോ അല്ലെങ്കിൽ ചിത്രം കാണുന്നവർക്കോ വേണ്ടി മാത്രമൊന്നുമല്ല, മറിച്ച് ഈ ചിത്രം കാണുന്നതും ചിത്രം വരയ്ക്കുന്നതും സാഹിത്യം എഴുതുന്നതും സാഹിത്യം വായിക്കുന്നതൊക്കെ വലിയ കാര്യമാണ് എന്ന് കരുതുന്ന, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കരുതുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ നമ്മുടെ നഗരത്തെ അല്ലെങ്കിൽ കോഴിക്കോടിനെ വലിയൊരു മാതൃകയാക്കി മാറ്റാനും ഒരു മനുഷ്യസ്നേഹത്തിനിടയാക്കി മാറ്റാനും ഒക്കെ ആയിട്ട് ഇത്തരം പ്രൊജക്റ്റുകൾക്ക് കഴിയുന്നതാണ്. ആ പ്രൊജക്റ്റുകൾക്ക് അത് സാധിക്കാനുള്ള ഒരു അവസരമായി ഇത് മാറണം. പ്രവർത്തനം നമ്മൾ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ നിർദ്ദേശങ്ങളിലാണ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള നമ്മളിപ്പോൾ സാഹിത്യ മൂല്യത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചാരങ്ങൾ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ എന്നുള്ള ഒരു ഡിസ്കോഴ്സ് നടക്കുന്ന ഒരു ഇടമായിട്ട് മാറുമ്പോൾ ഇതിനൊരു കേവല സാഹിത്യ നഗരം എന്നുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ലേബലിനപ്പുറത്തേക്ക് കോഴിക്കോടിന് കുറച്ചും കൂടെ സർഗാത്മകമായിട്ടുള്ള ആഴത്തിലുള്ളതായി മാറും. അങ്ങനെ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം കോഴിക്കോടിന് സാധിക്കും. അതിനകത്ത് കോഴിക്കോടിനകത്ത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള, ഈ സ്ഥലത്തിന് തന്നെ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു കരുത്തുണ്ട് അതിനകത്ത്. അത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ പറഞ്ഞ ചെറുപ്പക്കാർക്കാണെങ്കിലും ഇത് ഞാനൊരു
ഒരു പുസ്തകം വായിക്കാനും എഴുതാനും അല്ലെങ്കിൽ ഒരു കലാരംഗത്ത് വെക്കുന്നു ഏതെങ്കിലും ഒരു കലയോട് അടുപ്പം തോന്നാനും ഒരു കലയോട് തന്നെ അതൊരു നമ്മുടെ ഒരു ആവിഷ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നൂടെ വരുമ്പോൾ അത് നമുക്ക് വേറെ രീതിയിൽ വളരെ വിപുലമായ അർത്ഥത്തിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായി മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അത് കോഴിക്കോടിന് കഴിയും. അതുകൊണ്ടാണ് ഇപ്പം കോഴിക്കോടിന് വളരെ ദൂരെ കിഴക്കൻ മേഖലയിലുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന അജയനും കൊച്ചിയിൽ നിന്ന് വന്നിവിടെ പാർക്കുന്ന എനിക്കും ഒരേപോലെ ഇത്ര സ്നേഹത്തോടെ ഈ നഗരത്തെക്കുറിച്ച് സംസാരിക്കാനും ഈ നഗരത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന ഓരോ വാക്കിലും കൂടുതൽ ഉറപ്പിക്കാനും കഴിയുന്നത് അതുകൊണ്ടായിരിക്കും. എന്തായാലും സാഹിത്യ നഗരത്തിന് കോഴിക്കോടിന് വലിയ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു മനുഷ്യാനുഭവത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു സ്ഥലമായിട്ട് ഇത് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.